വെൽക്കം ടു ക്ലോത്തിങ് പാലറ്റ്. നമുക്കിപ്പം ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നമ്മളിന്ന് ക്ലിയർ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അപ്പം കസ്റ്റമൈസേഷൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. കാരണം ക്ലോത്ത് നമ്മൾ എടുക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലോത്ത് എടുത്ത് ചെയ്ത് തരുമോ, നമ്മൾ പറയുന്ന അതേ സെയിം ക്ലോത്ത് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡൗട്ട്സ് അവർ ചോദിക്കാറുണ്ട്. അപ്പം കസ്റ്റമൈസേഷനിൽ നമുക്ക് വരുന്ന ഡിഫറൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി കുറച്ച് ക്ലോത്ത്സും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അതേ ക്ലോത്ത്സ് നമ്മൾ ഫോട്ടോസ് അയച്ച് അല്ല നിങ്ങൾക്ക് ഒരു വീഡിയോ അയച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് ഒരു പാറ്റേൺ, നിങ്ങൾക്ക് പാറ്റേൺ ഉണ്ടെങ്കിൽ അത് ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പാറ്റേൺസും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ക്ലോത്ത്സിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്കും ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പം എനിക്ക് ഈ ഒരു നെക്ക് വേണം, അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത് വേണം, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിലായിരിക്കണം, സ്ലീവിൽ എനിക്ക് ഇങ്ങനെ ഒരു ചേഞ്ചസ് വേണം, അപ്പം അങ്ങനെ നിങ്ങൾക്ക് അത് സംസാരിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്പാച്ച് ഇടുന്നത്, അതായത് നമ്മുടേതായിട്ടുള്ള ഓൺ ഡിസൈൻസും കാര്യങ്ങളും നമ്മൾ ഇടാറുണ്ട്. ഇപ്പം ഇത്രയും നാൾ നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് കാഷ്വൽസും കാര്യങ്ങളൊക്കെയാണ്. ഇതല്ലാണ്ട് നമ്മൾ കുറച്ച് വെറൈറ്റി ചെയ്യുന്നുണ്ട്. ബ്രൈഡ്സിന്റെ കാര്യങ്ങൾ, മാരേജ് ഫംഗ്ഷന്റെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മളിപ്പം ഒരുപാട് ഗ്രാൻഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒന്നും ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. പക്ഷെ നമ്മളത് എടുക്കും. നമ്മൾ പോയിട്ട് വേറെ ഷോപ്പിൽ ചെന്നിട്ട് ക്ലോത്ത്സ് നമ്മൾ നോക്കി അവർക്ക് കുറേ ഫോട്ടോസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കളർ പാറ്റേൺസ്, അങ്ങനെ നമ്മൾ അവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഇത് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പം അതിൽ നിന്ന് അവർ ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പാറ്റേൺ അല്ലെങ്കിൽ അവർക്ക് ഏതാണോ ഉള്ളത് അതിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് നമ്മൾ ഹെവി ആയിട്ടുള്ള ക്ലോത്ത്സ് നമ്മൾ വാങ്ങിച്ച് ഡിസൈൻസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ നമ്മുടെ കയ്യിൽ ക്ലോത്ത്സ് ഉണ്ട്, നമ്മൾ അത് കൊണ്ടുവരാം, നിങ്ങൾ ഡിസൈനിങ് കോസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി എന്നുള്ളവർക്കും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു ഓപ്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് റെന്റൽ കോസ്റ്റ്യൂംസ് ഉണ്ട്. അതല്ലാതെ ബ്രൈഡ്സിന് തന്നെ നമ്മൾ റെന്റൽ കോസ്റ്റ്യൂംസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറെ ക്ലോത്ത്സും കാര്യങ്ങളും റെന്റിന് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. ഏത് ഡ്രസ്സിങ്സിൻ്റെ അല്ലാണ്ട് നിങ്ങൾക്ക് മേക്കപ്പും ആ കാര്യങ്ങളും എല്ലാം സംസാരിക്കാം. പിന്നെ ഇവന്റ്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പം നമ്മളെല്ലാം കൂടെയാണ് നമ്മൾ വർക്ക് എടുക്കുന്നത്. അപ്പം എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇന്ന് ഒരു ക്ലിയറൻസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഡൗട്ട്സ് ഒരുപാട് വരുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്നത് ക്ലിയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം ഇതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് പരമായിട്ട് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Thank you.